അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇർഷാദിയ സംഘടിപ്പിച്ച മീലാദ് സെമിനാറിൻ്റെ ഭാഗമായി ഏതാനും ചില മിനിറ്റുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നബിദിനാഘോഷമെന്ന് പറയുന്നത് പുണ്യവും സുഹൃതവും ആണെന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ പരമ്പരാഗതമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമാണത്. അതിനെതിരിൽ എതിരാളികൾ ഉദ്ധരിക്കുന്നത് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല മൗലിദുമായി ബന്ധപ്പെട്ട് എഴുതിയ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിൽ ഹാഫിള് ഇബ്നു ഹജറിൻ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഉദ്ധരണമാണ്. അഥവാ അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്താണെന്ന് ഹാഫിളുൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം അറിയേണ്ടത്, അമലുൽ മൗലിദ് ബിദ്അത്താണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ ഒരിക്കലും തന്നെ മൗലിദ് ഓതൽ ബിദ്അത്താണെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. മൗലിദ് ഓതൽ ഒരു വിഷയമാണ്, അമലുൽ മൗലിദ് എന്ന് പറയുന്ന മൗലിദ് കഴിക്കൽ മറ്റൊരു വിഷയമാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും അവിടുത്തെ സ്വഹാബാ കിറാമൊക്കെ ധാരാളമായ മദ്ഹുൻ നബി പറഞ്ഞത് ഹദീസുകളിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. മദീന പള്ളിയിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറയുന്നതിന് വേണ്ടി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മിമ്പർ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഹാഫിളുൽ അസ്ഖലാനി അന്ന അസ്ല അമലിൽ മൗലിദി ബിദ്അ എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട ഹാഫിളു സുയൂത്തി തൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർ അമലുൽ മൗലിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തന്നെ വിശദീകരിക്കുന്നു. അന്ന അസ്ല അമലിൽ മൗലിദ്, അമലുൽ മൗലിദ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അല്ലദീ ഹുവ ഇജ്തിമാഉന്നാസ്, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നു. വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് കഴിയുന്നത്ര പരമാവധി പാരായണം ചെയ്യുന്നു. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മത്തിലും വമാ വഖഅ ഫിൽ മൗലിദി മിനൽ ആയാത്തി, അവിടുത്തെ ജന്മത്തിലും അതുപ്രകാരം ജീവിതത്തിലുമൊക്കെ സംഭവിച്ച ദൃഷ്ടാന്തങ്ങളും അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നു. സുമ്മ യുമദ്ദു ലഹും സിമാത്തുൻ, പിന്നീട് സുപ്രവിരിക്കപ്പെടുന്നു. യഅ്കുലൂനഹു വയൻസരിഫൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക്, ഇതിനേക്കാൾ മറ്റു അനാചാരമായി മറ്റൊരു കാര്യവും കടന്നുകൂടാതെ ഇത്തരം വിശുദ്ധ ഖുർആനോദലും ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഹബീബായ തങ്ങളുടെ അപദാനങ്ങൾ പറയലും അതുപ്രകാരം ഭക്ഷണം വിതരണം ചെയ്യലും ഒക്കെയുള്ള ഈ ഒരുമിച്ച് കൂടിയ സമന്വയത്തിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയ ഈ പരിപാടിയെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ടവർ അമലുൽ മൗലിദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് അവർ പറയുന്നു, അല്ലത്തി ഹുവ മിനൽ ബിദഅൽ ഹസന, ഈ പരിപാടി അത് നല്ല പുതിയ ആചാരങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്നു, അല്ലത്തി യുസാബു അലൈഹ സ്വഹിബുഹ, അത് ചെയ്യുന്നവർക്ക് കൂലി ലഭ്യമാകുന്ന പുണ്യകർമ്മമാകുന്നു. ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കലുണ്ടതിൽ. വ ഇൽഹാറുൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബി മൗലിദിഹി ശരീഫ്, ഹബീബായ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബഹുമാനിക്കലും ആ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലുമുള്ളതുകൊണ്ട് തന്നെ കൂലി ലഭ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ ഹാഫിളു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹാഫിളുൽ അസ്ഖലാനിയിൽ നിന്ന് അസ്ലു അമലിൽ മൗലിദ് ബിദ്അ എന്ന് പറയുന്നത് ഈ എല്ലാം കൂടെ സമന്വയിച്ചു കൊണ്ടുള്ള ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ കാര്യത്തെ പറ്റിയാണ്, അല്ലാതെ മൗലിദ് പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല എന്ന് ബഹുമാനപ്പെട്ടവരുടെ ആ ഉദ്ധരണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതോടുകൂടെ തന്നെ മൗലിദാഘോഷത്തിനെതിരെ എതിരാളികൾ ഉദ്ധരിക്കുന്ന മറ്റൊരു കാര്യം, ഈ വിശുദ്ധ റബീഉ എന്ന് പറയുന്നത്
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിൻ്റെ മാസമാണ്. വഫാത്തിൽ ദുഃഖിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പായസം കൊടുത്ത്, മിഠായി കൊടുത്ത്, ഐസ്ക്രീം വിതരണം ചെയ്ത് ദുഃഖത്തിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഹബീബിൻ്റെ മരണത്തിൽ ദുഃഖിക്കുകയല്ലേ. ഈ ഒരു മാസത്തെ സന്തോഷം കൊണ്ട് കൊണ്ടാടുന്നത് ഈമാനുള്ളവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവർ ഈ വിഷയത്തിനെതിരെ പറയാറുണ്ട്. ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ എതിരാളികൾ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും അവരൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെ കാലാന്തരങ്ങളിലായി നമ്മുടെ അയിമ്മത്ത് അതിനെല്ലാം ഖണ്ഡനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാനായ ഹാഫിളു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ തൻ്റെ കിതാബുൽ ഹാവി ലിൽ ഫതാവയുടെ 1-ാമത്തെ വാള്യം 193-ാമത്തെ പേജിൽ അതിന് നിവാരണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്ന വിലാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ളമുൻ നിഅമി അലൈനാ. ഹബീബായ തങ്ങളുടെ ജന്മദിനമെന്ന് പറയുന്നത് നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വവഫാത്തുഹു അഅ്ളമുൽ മസായിബി ലനാ. നമുക്കേറ്റ ഏറ്റവും വലിയ മുസീബത്താണ് ഹബീബിൻ്റെ വഫാത്ത്. വശരീഅത്തു ഹസ്സത് അലാ ഇൽഹാരി ശുക്രി നിഅം. എന്നാൽ വിശുദ്ധ മതം പ്രേരിപ്പിക്കുന്നത് നിഅമത്തിന് നന്ദി പ്രകടിപ്പിക്കാനാണ്. വസ്സബ്രി വസ്സുകൂനി വൽകതിമി ഇൻദൽ മസായിബ്. മുസീബത്തുകൾ ഏൽക്കുമ്പോൾ ക്ഷമിക്കാനും പരമാവധി മറച്ചു വെക്കാനുമാണ് വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. വഖദ് അമറ ശറഉ ബിൽ അഖീഖത്തി ഇൻദൽ വിലാദ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറവ് നടത്തി വിതരണം ചെയ്യണമെന്നും വഹിയ ഇൽഹാറു ശുക്രിൻ വഫറഹൻ ബിൽ മൗലൂദ്. ആ ജനിച്ച കുട്ടിയെ കൊണ്ടുള്ള സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണ് അഖീഖത്ത് എന്ന് പറയുന്നത്. വലം യഅ്മുർ ഇൻദൽ മൗതി ബിദബ്ഹിൻ വലാ ഗൈരി. മരണത്തിൻ്റെ പേരിൽ അറവ് നടത്തണമെന്നോ മറ്റോ വിശുദ്ധ ശർഅ നമ്മോട് കൽപ്പിച്ചിട്ടില്ലെന്നോ മാത്രമല്ല, ബൽ നഹ അനിൻ നിയാഹത്തി വ ഇൽഹാരിൽ ജസഇ. പൊറുതികേട് കാണിക്കുന്നതിനെയും അതുപ്രകാരം അട്ടഹസിച്ച് കരയുന്നതിനെയൊക്കെ വിശുദ്ധ ശർഅ നമുക്ക് വിലക്കിയ വിഷയമാണ്. ഫദല്ലത്ത് ഖവായിദു ശരീഅത്തി അലാ അന്നഹു യഹ്സുനു ഫി ഹാദ ശഹരി ഇൽഹാറുൽ ഫറഹി ബിവലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദീനിൻ്റെ തത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഇൽഹാറുൽ ഫറഹി ബിവിലാദത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സന്തോഷത്തെ പ്രകടിപ്പിക്കണമെന്നാണ്. ദൂന ഇൽഹാരിൽ ഹുസ്നി ഫീഹി ബിവഫാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ വഫാത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത് എന്ന് ഹാഫിളു സുയൂത്തി പറഞ്ഞതിൻ്റെ ശേഷം തുടർന്ന് പറയുന്നു, വഖദ് ഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹു തആല ഫി കിതാബിൽ ലതായിഫ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി അവിടുത്തെ കിതാബുൽ ലതായിഫിൽ പറയുന്നുണ്ട്, ഫീ ദമ്മിർ റാഫിളത്തി ഹൈസു ഇത്തഖദു യൗമ ആശൂറാ മഅതമൻ ലിഅജ്ലി ഖത്ലിൽ ഹുസൈൻ. ആശൂറാ ദിവസത്തെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലം യഅ്മുരില്ലാഹു തആല വലാ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവോ അവൻ്റെ റസൂലോ കൽപ്പിച്ചിട്ടില്ല ബിത്തിഖാദി അയ്യാമി മസായിബിൽ അംബിയാഇ വമൗതിഹിം മഅ്തമൻ. അംബിയാക്കൾക്കേറ്റ മുസീബത്തുകൾ അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെട്ടത് അതൊരു ദുഃഖാചരണമായി കൊണ്ടാടാൻ കൽപ്പിച്ചിട്ടില്ല. ഫകൈഫ ബിമൻ ഹുവ ദൂനഹും. പിന്നെ എങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള അവരെക്കാൾ താഴെ തട്ടിലുള്ളവരെ കൊണ്ട് ദുഃഖാചരണം നടത്തുക എന്ന് ഈ ദുഃഖത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രകടിപ്പിക്കുന്നവരെ ഗണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞ ഉദ്ധരണം ബഹുമാനപ്പെട്ട ഹാഫിളു സുയൂത്തി എടുത്തുദ്ധരിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ആ നിഅമത്തിൽ ശുക്ർ ചെയ്യുക എന്നതിലപ്പുറം ദുഃഖത്തെ പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. മൂന്നാമതായി ഒരു ആരോപണം ഉയർന്നു കേൾക്കാറുള്ളത്, ഇന്ന് നിലവിൽ കാണുന്ന ഈ വിപുലമായ രൂപത്തിലുള്ള മൗലിദാഘോഷം അത് സച്ചരിതരുടെ കൈകളിലൂടെ കൈമാറി വന്നതല്ല. അതേ സമയത്ത് കേവലം ഒരു രാജാവായ മുളഫർ രാജാവ് അദ്ദേഹമാണ് ഈ രൂപത്തിൽ ഇത് സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഹാഫിളു സുയൂത്തി അതിനും ഖണ്ഡനം പറയുന്നുണ്ട്. മഹാന്മാർ അതിനും ഖണ്ഡനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിക്കലും മുളഫർ രാജാവ് തുടങ്ങി വെച്ചതല്ല. വലാകിൻ സബഖഹു ശഖ്സുൻ ആഖർ. മുളഫർ രാജാവിൻ്റെയും മുന്നേ ഈ വിപുലമായ രൂപത്തിലുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ടുണ്ട്. വഹുവ അശ്ശൈഖ് ഉമറുൽ മൗസിലി.
റഹിമഹുല്ല സ്വാലിഹായ അഇമ്മത്തിൽപ്പെട്ട മഹാനായ ഷെയ്ഖ് ഉമറുൽ മൗസിലി റഹിമഹുല്ല അവിടുന്ന് നടത്തിയിരുന്നു എന്ന് അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് അതിൻ്റെ 21-ാമത്തെ പേജിൽ മഹാനായ അബൂ ശാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അപ്പോൾ നേരത്തെ മുളഫർ രാജാവ് നടത്തിയെന്ന് പറയുന്നത് ഏതിനെ സംബന്ധിച്ചാണ്? അവർ പറയുന്നുണ്ട് അവ്വലു മൻ അഹദസഹു മിനൽ മുലൂക്ക്, രാജാക്കന്മാരിൽ ആദ്യമായി ഇത് കൊണ്ടുവന്നത് മഹാനായ മുളഫർ രാജാവാണ്. രാജകീയ പ്രൗഢിയോടുകൂടെ വിപുലമായ സദസ്സുകൾ ഒരുക്കിക്കൊണ്ട് മഹാനായ മുളഫർ രാജാവ് വളരെ സജീവമായി മൗലിദ് നടത്തിയിരുന്നു. ആ ഒരു സംവിധാനത്തെ സംബന്ധിച്ചാണ് മുളഫർ രാജാവാണ് ഇത് നടത്തിയത് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചത്. ഓർമ്മപ്പെടുത്തി വന്നത് ഈ മൗലിദ് ആഘോഷത്തിനെതിരെ ഏത് ആരോപണങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ടോ അതിനെല്ലാം മറുപടി നിവാരണങ്ങൾ കാലാകാലങ്ങളിലായി നമ്മുടെ ഉലമാ അഇമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്തരം വാറോലകളെ കൊണ്ട് ഒരിക്കലും ഹബീബിൻ്റെ തിരുജന്മത്തെ നിഷേധിക്കുവാനോ ആ സന്തോഷ പ്രകടനത്തെ മൂടിവെക്കുവാനോ ഇലാ യൗമിൽ ഖിയാമ കഴിയുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.